Good morning. Welcome to a very normal weekend vlog. ഈ അലാം 7 AM കണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഞാൻ വീക്കെൻഡ്സും ഇത്രയും നേരത്തെ എണീക്കുന്ന ആളാണോ എന്ന്. അല്ല, വീക്ക് ഡേയ്സ് ഒബ്വിയസ്ലി ഇത്രയും നേരത്തെ എണീക്കും ഓഫീസിൽ പോകേണ്ടതുകൊണ്ട്. വീക്കെൻഡ്സ് ഞാൻ 9 ആകും, ചില ദിവസം 9:30 ആകും, ചില ദിവസം നേരത്തെ എണീക്കും 8 എണീക്കും. ഇങ്ങനെ കുറച്ച് മൂടുള്ള ദിവസങ്ങളിലാണ് ഞാൻ ഇതേപോലെ ഒരു 7:30 ഒക്കെ ആകുമ്പം എണീറ്റ് യോഗ ചെയ്ത് പിന്നെ ഈ സ്ലോ മോർണിംഗ് ആ ഒരു സൈലൻസ് അതൊക്കെ എൻജോയ് ചെയ്യാൻ എനിക്ക് ഈ ഇടയായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് കുറേ സമയം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ നേരത്തെ എണീക്കാറുണ്ട്. എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് കാണിക്കാം. ഈയിടെയായിട്ട് ഞാൻ ചായയല്ല രാവിലെ കുടിക്കാറ്, ഞാനൊരു ടേമറിക് ഡ്രിങ്കാണ് കുടിക്കാറ്. ഇത് വെയിറ്റ് ലോസ് ഡ്രിങ്ക് പോലെ ഒരുപാട് യൂട്യൂബ് ചാനൽസിൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇതിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, പിന്നെ ഇഞ്ചി ഇത്ര ഇട്ടിട്ട് വെള്ളം നല്ലോണം തിളപ്പിക്കും. അത് കഴിഞ്ഞ് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കും. ഈ ഡ്രിങ്ക് അല്ലെങ്കിൽ ചിയാ സീഡ് സോക്ക് ചെയ്തിട്ട് അതാണ് ഞാൻ രാവിലെ മിക്കപ്പോഴും കുടിക്കാറ്. ഈ ഡ്രിങ്ക് കുടിക്കുന്നതിന് മുമ്പ് എംപ്റ്റി സ്റ്റമക്കിൽ ഞാൻ ആദ്യം കഴിക്കുന്നത് ഒരു 1/2 സ്പൂൺ ഗീ ആണ്. ഇത് കുറേ അധികം ബെനിഫിറ്റ്സ് ഉണ്ട്. മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യും, നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, വെയിറ്റ് മാനേജ്മെൻറ്റിനും നല്ലതാണ്. ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ പുറത്ത് എവിടെയെങ്കിലും പോകാൻ, ജിമ്മിൽ പോകാമെന്ന്. അല്ല, ഞാനിപ്പോൾ കുറേ നാളായിട്ട് ജിമ്മിൽ പോയിട്ടില്ല, വർക്കൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഈ അടുത്തൊന്ന് പോകാൻ തുടങ്ങി, പക്ഷേ എൻ്റെ കാലൊന്ന് ചെറുതായിട്ട് സ്പ്രെയിനായി. അപ്പോൾ പിന്നെ അങ്ങനെ അതും സ്റ്റോപ്പായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എനിക്ക് വേണമെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ ഫുൾ ടൈം ഡെസ്കിലിരുന്നിട്ടുള്ള വർക്കാണല്ലോ. അപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ രാവിലെ എണീറ്റ് യോഗ ചെയ്യാൻ നോക്കാറുണ്ട്. വീക്ക് ഡേയ്സ് എപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്, ചില വീക്കെൻഡ്സൊക്കെ ചെയ്യാൻ പറ്റാറുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് യോഗ ചെയ്യാൻ പോവാണ്. പക്ഷേ ഞാൻ യോഗയുടെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കില്ല, കാരണം ഞാൻ എക്സ്പേർട്ടൊന്നും അല്ല. ഞാൻ തനിയെ വീഡിയോസൊക്കെ കണ്ട് ചെയ്യുന്നതാണ്. ഞാൻ മുമ്പ് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പം ഞാൻ തനിയെ വീഡിയോസ് എല്ലാം കണ്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അത് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനോ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനോ എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് യോഗ ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഈയിടെയായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ വഴിയില്ല, ഈയിടെയായിട്ട് ഞാൻ രാവിലെ എണീക്കുമ്പം എൻ്റെ കണ്ണിൻ്റെ ചുറ്റുമുള്ള പഫിനെസ്സും പിന്നെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആയിരിക്കുന്നതൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മുമ്പ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക്. അതിപ്പോൾ ഞാൻ എത്ര ഉറങ്ങിയാലും ചിലപ്പോൾ എനിക്ക് കണ്ണിൻ്റെ അടിയിൽ ഭയങ്കര ഒരു തടിച്ചിരിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് മാറാനുള്ളൊരു റീസൺ ഞാൻ കാണിച്ചു തരാം. അലമാരയുടെ ഉള്ളിൽ കാണിക്കണ്ടേ? സോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 3 പ്രോഡക്റ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് ബയോക്യൂളിൻ്റെ എവർ ഗ്ലോ അണ്ടർ ഐ സീറമാണ്. ഇതിൻ്റെ കീ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് വിറ്റമിൻ സി, ഹൈലറോണിക് ആസിഡ് ആൻഡ് കെഫീൻ. ഇത് 3 നമുക്കറിയാം. കെഫീൻ നമ്മൾ കോഫി പൗഡറൊക്കെ ഡാർക്ക് സർക്കിൾസ് മാറാനായിട്ട് എപ്പോഴും DIY പോലെ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതേപോലെ വിറ്റമിൻ സി കണ്ണിൻ്റെ ചുറ്റുമുള്ള ഏരിയയൊക്കെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഹൈലറോണിക് ആസിഡ് ഓഫ് കോഴ്സ് നല്ല ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യും. പിന്നെ റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഗുഡ്നെസ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്. സോ ഇൻ ഷോർട്ട്, ഇത് നിങ്ങളുടെ ഡാർക്ക് സർക്കിൾസും അണ്ടർ ഐ പഫിനെസ് ഒക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ ടെക്സ്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര ലോഷൻ ലൈക്ക് ഒരു ലൈറ്റ് വെയ്റ്റ് ടെക്സ്ചറാണ് ഇതിൻ്റെ. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമ്മളുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകും. ഇത് നിങ്ങൾ രാവിലെയും രാത്രി നിങ്ങളുടെ AM ആൻഡ് PM റൂട്ടീനിൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. ഇത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്സിനും സൂട്ടബിൾ ആണ്. ഇനി അടുത്ത ഞാൻ കാണിക്കുന്ന ബയോക്യൂളിൻ്റെ തന്നെ ഫോറെവർ യങ് അണ്ടർ ഐ ക്രീമാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ഗ്രീൻ ടീ, ബിഡൻസ് പിലോസ, വിറ്റമിൻ സി, സ്ക്വോലീൻ അങ്ങനെയൊക്കെയാണ്. ബിഡൻസ് പിലോസ പേര് കേട്ട് പേടിക്കേണ്ട, ഇതൊരു പ്ലാന്റ് ആണ് വിച്ച് ആക്ട്സ് ലൈക്ക് റെറ്റിനോൾ. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്നിൻ്റെ ചുറ്റുമുള്ള ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഗ്രീൻ ടീ നമ്മളുടെ അണ്ടർ ഐ ഏരിയ ഡീപ്പഫ് ചെയ്യാനും ലിഫ്റ്റ് ചെയ്യാനും ഫേം ചെയ്യാനും നല്ലൊരു സൂതിങ് ഇഫക്റ്റ് തരാൻ വേണ്ടിയിട്ടും ഡാർക്ക് സർക്കിൾസ് റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ടെക്സ്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ക്രീം എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വരുന്നതാണ്, ഒട്ടുമല്ല. ഇതൊരു സിൽക്കി സ്മൂത്ത് ഒരു ലൈറ്റ് വെയ്റ്റ് ക്രീമാണ്. ഇതും പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യും.
ഈ ഒരു അണ്ടർ ഐ സീരം ആൻഡ് അണ്ടർ ഐ ക്രീം ഫ്രം ബയോക്യൂൾ, ഈ ഒരു ഡുവോ നിങ്ങൾ റെഗുലർലി നിങ്ങളുടെ AM ആൻഡ് PM റൂട്ടീനിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ വീക്സ് നിങ്ങൾക്ക് വിസിബിൾ റിസൾട്ട്സ് കാണാൻ പറ്റും. പിന്നെ പേടിക്കേണ്ട, എല്ലാ സ്കിൻ ടൈപ്സിനും ഇത് സൂട്ടബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്, സോ കംപ്ലീറ്റ്ലി സേഫ് ടു യൂസ്. ഇനി ലിപ്പിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബയോക്യൂളിൻ്റെ ഗ്ലോ ലിപ്പ് ഓവർനൈറ്റ് മാസ്ക് ആണ്. ഞാൻ എപ്പോഴും മാറ്റ് ലിപ്സ്റ്റിക്സ് ഒരുപാട് യൂസ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഓൺ എ ഡെയിലി ബേസിസ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യും, അതും മാറ്റ് ലിപ്സ്റ്റിക്സ്. അപ്പം അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ ലിപ്സ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കാറുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ലിപ്സ് ഡ്രൈ ആണെങ്കിൽ ആ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഇത് കുറേ നാളായിട്ട് എൻ്റെ ഒരു ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലിപ്പ് ഓവർനൈറ്റ് മാസ്ക്സ്. പക്ഷേ ഇതൊക്കെ എപ്പോഴും കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡിലേക്കാണ്. അങ്ങനെയാണ് ഞാൻ ഈ ബയോക്യൂളിൻ്റെ ഈ പ്രോഡക്റ്റ് കണ്ടത്. ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലിപ്പ് മാസ്ക് ആണ്, ഓവർനൈറ്റ് മാസ്ക് ആണ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഒമേഗ, വിറ്റമിൻ ഇ ആൻഡ് ഹൈലറോണിക് ആസിഡ്. ഈ വിറ്റമിൻ ഇ ഹൈലറോണിക് ആസിഡ് കോമ്പിനേഷൻ തന്നെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും നിങ്ങളുടെ ലിപ്സിൽ. നമ്മൾ ഈ വിറ്റമിൻ ഇ ഓയിൽ വെറുതെ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടാറില്ലേ. അപ്പം ഈ ഒരു കോമ്പിനേഷനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് അടിപൊളിയാണ്. ഇത് രാവിലെ അല്ലാട്ടോ യൂസ് ചെയ്യേണ്ടത്, ഞാൻ രാത്രി യൂസ് ചെയ്യുന്നത്. നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ലിപ്സിൽ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്യുക ആൻഡ് ലീവ് ഇറ്റ് ഓവർ നൈറ്റ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഇൻറ്റൻസ് ആയിട്ട് ലിപ്സ് ഹൈഡ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിലെ ആൽമണ്ട്സിൽ നിന്ന് വരുന്ന വിറ്റമിൻ ഇയും പിന്നെ ഒലിവ് ഓയിലിൽ നിന്ന് വരുന്ന ഒമേഗ കണ്ടൻറ്റൊക്കെ നമ്മളുടെ ലിപ്സിന് നല്ലൊരു ഹൈഡ്രേഷൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിലെ ഹൈലറോണിക് ആസിഡ് കണ്ടൻറ്റ്, ജോജോബ, ആൽമണ്ട് ഓയിൽ, ഇതൊക്കെ നമ്മളുടെ ലിപ്സിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആയിട്ട് ഒരു ഫുള്ളർ, ഒരു പ്ലംപ് അപ്പിയറൻസ് ലിപ്സിന് തരും. ഇതിൻ്റെ ടെക്സ്ചറിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരു നോൺ സ്റ്റിക്കി വാട്ടർ ജെൽ കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്, വിച്ച് ഐ റിയലി ലൈക്ക്. ആൻഡ് ഇതിൻ്റെ സ്മെല്ലും ഒരു ഫ്രഷ്, ഒരു ജസ്റ്റി സ്മെല്ലാണ് ഇതിൻ്റെ വരുന്നത്. ആൻഡ് ഇതും എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും സൂട്ടബിൾ ആണ്. ഒബ്വിയസ്ലി നമ്മൾ ലിപ്സിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡ്രൈ ചാപ്ഡ് ലിപ്സൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ലിപ്സ് റേഡിയൻ്റ് ആക്കാനും ഈവൻ ടോൺഡ് ആക്കാനും അതേപോലെ സോഫ്റ്റായിട്ടും സപ്പിളായിട്ടും ഒന്ന് പ്ലംപായിട്ട് വെക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ കാണിച്ച 3 പ്രോഡക്റ്റ്സും ബയോക്യൂളിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. യോഗയിൽ മെയിനായിട്ട് ഞാൻ സൂര്യ നമസ്കാരമാണ് ചെയ്യാറ്. ചില ദിവസം ഞാൻ 12 സെറ്റ്സ് ചെയ്യും, ചില ദിവസം സമയമില്ലെങ്കിൽ അത് 6 ആവും, 4 ആകും. അങ്ങനെ പറ്റുന്ന പോലെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. വളരെ കുറച്ച് സമയം ഇന്ന് ചെയ്തുള്ളൂ, കാരണം ഇന്ന് കുറേ പണികളുണ്ട്, നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്, പിന്നെ ഇതുവരെ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഞാൻ വീക്ക്ലി വൺസ് ഇപ്പോൾ ഒരു ഹെയർ മാസ്ക് ചെയ്യാറുണ്ട്, ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കും. അപ്പം അത് നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചാൽ ചെയ്യുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് കാണിക്കണ്ട ഈ വീഡിയോയിൽ, കാരണം ഇത് എത്രത്തോളം എനിക്ക് വർക്ക് ആവുമെന്ന് നോക്കിയിട്ട് കാണിക്കാം. ഞാനിപ്പോൾ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 വീക്സായി. പക്ഷേ എനിക്കെന്തോ പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ മാസ്ക്. എനിക്കത് എൻ്റെ മുടിയിൽ വർക്ക് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് എനിക്ക് ഭയങ്കര സിൽക്കി ആയിട്ട് ഹെയർ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ വീഡിയോയിൽ അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ഞാൻ ഈ ഹെയർ പാക്കിന് യൂസ് ചെയ്യാൻ പോകുന്നത് കറി ലീവ്സ്, കറിവേപ്പിലയും ഉള്ളിയാണ്, സവാള. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സിയിൽ അടിച്ചിട്ട് വെറുതെ സ്കാൽപ്പിൽ മാത്രം, ഹെയറിലേക്ക് ഞാൻ പോവില്ല, സ്കാൽപ്പിൽ മാത്രം തേക്കും. അപ്പോൾ ചില ആൾക്കാർ പറയും ഈ ഉള്ളി യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സ്മെല്ല് വരുന്നൊക്കെ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, കാരണം ഞാൻ ഉള്ളി കുറച്ചും കറിവേപ്പില കൂടുതലുമാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാതെ സ്കാൽപ്പിൽ മാത്രം വെച്ചിട്ട് ഒരു 30 to 45 മിനിറ്റ്സ്, ഇപ്പം ഇന്നത്തെ സമയം എനിക്ക് വെക്കാൻ പറ്റുന്ന അറിയില്ല, പറ്റുന്ന അത്ര സമയം വെച്ചിട്ട് ഞാൻ ബാക്കി ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണികളൊക്കെ നോക്കാം. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഫസ്റ്റ് മീലായിട്ട് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാൻ നോക്കാറുണ്ട്. അതാണ് നല്ലത് എന്ന് കുറേ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യം കഴിക്കും. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കും, അപ്പം അതും കഴിക്കും. ബദാം, ഡേറ്റ്സ്, പിന്നെ റേസിൻസ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് കഴിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറച്ച് പണികൾ ഇപ്പോൾ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതല്ലാതെ ഡേറ്റ്സും കൂടെ കഴിക്കും, അത് സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമ്മളുടെ ദോശ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ദോശ ബാറ്ററിന് കുറച്ച് പുളി അധികമായി, പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല.
അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. ഈ ഹെയർ പാക്ക് നമ്മൾ ചെയ്ത് വെച്ചിരുന്നല്ലോ, ഇതെനിക്ക് ഫുഡൊക്കെ കഴിക്കുന്നതിന് മുമ്പേ ഒന്ന് ചെയ്ത് ഇരുന്ന് അത് കഴിഞ്ഞിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നല്ലോണം വിശക്കൊന്നും ഉണ്ടായിരുന്നു. പിന്നെ ഇത് തേച്ച് കഴിഞ്ഞാൽ ഒരു 1/2 hour 40 minutes എങ്കിലും ഇരിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ പരിപാടിയൊക്കെ തീർത്തിട്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്നുണ്ട്. സോ ഇതിന് ഞാനിങ്ങനെ കോട്ടൺ ബോൾസ് വെച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് നമുക്ക് ഓരോ പാർട്ടീഷൻ എടുത്തിട്ട് ഓരോ ലൈൻസിലൂടെ നമുക്കിങ്ങനെ ചെയ്ത് പോവാം. സോ അതിന് ഞാൻ കോട്ടൺ ബോൾസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ വുഡൻ കോമ്പാണ്. ഇത് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് മുടി ടാങ്കിൾസൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ പാക്ക് ഇടാം. ഈ വുഡൻ കോമ്പ് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലത് എന്ന് ഇപ്പോൾ പൊതുവേ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചതാണ്. ഇപ്പോൾ കുറച്ച് നാളായി ഞാൻ യൂസ് ചെയ്യുന്നു. വുഡൻ കോമ്പാകുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഭയങ്കര ഒരു സമാധാനം കുളിച്ച് കഴിഞ്ഞപ്പം. എനിക്ക് ഡൗട്ടായിരുന്നു എനിക്ക് 45 minutes വെക്കാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ എനിക്ക് 45 minutes ഞാൻ വെച്ചു. പിന്നെ ആ സമയത്ത് ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്യാനുള്ളത് ചെയ്തു. പക്ഷേ കഴിഞ്ഞിട്ടില്ല, എനിക്ക് ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എന്നെ അമ്മ വിളിച്ചത്. കഴിക്കാൻ വരുന്നോ എന്ന് ചോദിച്ചാണ് അമ്മ വിളിച്ചത്. പക്ഷേ എനിക്ക് എന്തായാലും വൈകുന്നേരം ഒന്ന് വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് വരാനായിട്ട് ഡിലേ ആകും, അതുകൊണ്ട് പിന്നെ എഡിറ്റിങ്ങും കാര്യമായിട്ട് നടക്കില്ല. അപ്പോൾ അമ്മ കൊടുത്തയക്കാൻ തോന്നും. അപ്പോൾ ഫുഡ് എന്തായാലും വരാൻ കുറച്ച് സമയം എടുക്കും, കാരണം അവിടെ നിന്ന് ഇപ്പം അയച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സമയത്ത് കുറച്ചും കൂടി എഡിറ്റ് ചെയ്യാം. ഞാൻ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ പണ്ട് പഠിക്കുന്ന സമയം മുതലേ ഇങ്ങനെ തന്നെയാണ്. ഞാൻ മാത്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ടി വിയിൽ എന്തെങ്കിലും പ്ലേ ചെയ്യും. എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒച്ച വേണം, എന്നാലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലും എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര സൈലൻസിൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കുണ്ട്. ഇപ്പോഴാണെങ്കിലും ഞാൻ ടി വിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ പ്ലേ ചെയ്തിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഫുഡ് വന്നു. ചോറുണ്ട്, മത്തി ഫ്രൈ ഉണ്ട്, വേളൂരി ഉണ്ട്, ബീൻസ് മെഴുക്കുവരട്ടി ഉണ്ട്, മീൻകറി ഉണ്ട്, ആൻഡ് ഇഫ് നീഡഡ് മോരുകറി ഉണ്ട്. ഇപ്പോൾ സിനിമയെല്ലാം കണ്ട് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങളിപ്പോൾ റെഡിയായി. മിഥുൻ ഒറ്റയ്ക്ക് ഒരു ബാച്ചിലർ പാർട്ടിക്ക് പോവാണ്, എന്നെ ഒഴിവാക്കി നൈസായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ സിനിമയ്ക്ക് പോവാന്ന്. ഞാനും അമ്മയും കൂടെ സിനിമയ്ക്ക് പോവാം. അപ്പം നമ്മളിപ്പം പോയി കളമശ്ശേരിയിൽ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് അമ്മയെ കൂട്ടി മിഥുനെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ഭയങ്കര കുലുക്കാണല്ലോ. ഞാൻ ഇന്ന് കാണാൻ പോകുന്ന മൂവി ദേവദൂതനാണ്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാൻ. എന്തിനാ ചിരിക്കുന്നതിന്? ഇതിന് കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. കാര്യം ഞാനൊരു 5-6-7 പ്രാവശ്യമെങ്കിലും ആ സിനിമ കണ്ടിട്ടുണ്ടാവും, ടി വിയിലൊക്കെ ആയിട്ടും യൂട്യൂബിലല്ലാണ്ടും. ഈ അടുത്തും കൂടെ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ എന്നാലും ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. കാരണം ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ജനിച്ചിട്ടുണ്ടാവില്ല. അല്ല, ഇത് 2000 സോറി ജനിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് വല്ല 4-5 ഞാൻ ലേറ്റ് 1996 പോണം. അപ്പം 2000 ഇറങ്ങിയ മൂവി ആണെങ്കിൽ എനിക്ക് 4 years ഉണ്ടാവും. 4 yearsൽ ഞാൻ തിയേറ്ററിൽ പോയിട്ട് ഒരു മൂവി കണ്ട എനിക്ക് എന്ത് മനസ്സിലാവണം? എനിക്കൊന്നും ഓർമ്മയില്ല. തനിക്ക് ഓർമ്മയുണ്ടോ ഏത് സിനിമയാണ് കണ്ടത്? ഓലക്ക. എനിക്ക് ആദ്യം ഞാൻ ജോക്കർ എന്ന് പറഞ്ഞ സിനിമ കണ്ടത് മാത്രമേ ഓർമ്മയുള്ളൂ ചെറുതിൽ തിയേറ്ററിൽ പോയിട്ട്. അപ്പോൾ എനിക്ക് ഈ തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ദേവദൂതൻ കാണാനായിട്ട് ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് ഇറങ്ങിയ സമയത്ത് ശരിക്കും ഞാൻ ജനിച്ചിട്ടില്ല. മിഥുനൊക്കെ ജനിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ കൂടെ നോക്കിയുള്ളൂ. 1993 മൂവിയാണ് മണിച്ചിത്രത്താഴ്. ആ സമയത്ത് ഞാൻ ജനിച്ചിട്ടില്ല. എന്തോ എങ്ങനെ മിഥുനൊക്കെ ജനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും August 17th റിലീസാണ്. അപ്പോൾ അത് കാണാൻ ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. നിങ്ങളും എക്സൈറ്റഡ് ആണോ? അങ്ങനെ വീട്ടിലെത്തി അമ്മേനെ പിക്ക് ചെയ്തു. ഒരുപാട് നേരത്തെ ഞങ്ങൾ ഇറങ്ങിയെങ്കിലും ട്രാഫിക്കൊക്കെ കാരണം കറക്റ്റ് മൂവി തുടങ്ങുന്ന സമയത്താണ് നമ്മൾ തിയേറ്ററിലെത്തിയത്.
ഇങ്ങനെയായിരുന്നു എൻ്റെ ലാസ്റ്റ് സാറ്റർഡേ. സോ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.